സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ നെല്ലിക്കശ്ശേരി. ഇസ്രായേലുമായുള്ള കലഹത്തിൽ ഭീകരർ വാസ്തവത്തിൽ കഷ്ടപ്പാടിലാണ്. ഹിസ്ബുള്ള ലെബനോണിൽ നിന്ന് ധാരാളമായ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയക്കുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഈ പുലിവാലിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തോടെ അവരവിടെ തീവ്രമായി ലെബനോൺ ഗവൺമെന്റിനെ ഇടപെടുത്തി പീസ് ടോക്കുകൾ, ഒരു സീസ് ഫയറിനുള്ള പീസ് ടോക്കുകൾ നടത്തുന്നുണ്ട്. US envoy ആയിട്ടുള്ള ആമോസ് ഹോസ്റ്റീൻ ലെബനോണിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പീസ് പാക്കേജ് ഒക്കെ ആയിട്ടാണ്, സീസ് ഫയറിനുള്ള പീസ് പാക്കേജ് ഒക്കെ ആയിട്ടാണ് ഈ ആമോസ് ഹോസ്റ്റീൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ അവിടെ ഡീൽ ചെയ്യുന്നത് അലി ഹസൻ ഖലീൽ എന്ന് പറയുന്ന ലെബനീസ് പാർലമെന്റ് സ്പീക്കറാണ്. ഈ അലി ഹസൻ ഖലീൽ ഇറാനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പോൾ നിശ്ചയമായും ഇറാനാണ് ഇദ്ദേഹത്തെ ഈ സംസാരത്തിന് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നത് ഉറപ്പ്. ഇറാനാണ് ഹെസ്ബുള്ളയുടെ ഗോഡ് ഫാദർ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഹെസ്ബുള്ള എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന നിലയിൽ സീസ് ഫയറിന് വേണ്ടിയുള്ള നിലവിളിയിലാണ്. പക്ഷേ ഇസ്രായേൽ തീരെ അടുക്കുന്നില്ല. ഇസ്രായേൽ പ്രസിഡന്റ് നെതന്യാഹു യാതൊരു താല്പര്യവും ഈ വിഷയത്തിൽ കാണിക്കുന്നില്ല. അദ്ദേഹം ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതുവരെ ഈ പീസ് ടോക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കാരണം ഇതിനകത്ത് പോളിറ്റിക്സ് ഉണ്ട്. ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് US ഗവൺമെന്റിന് എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ച് പോയാൽ മതിയെന്നുണ്ട്. നെതന്യാഹുവിനെ സംബന്ധിച്ച് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള US ഗവൺമെന്റിനോട് താല്പര്യമില്ല. ട്രംപ് വന്നതിന് ശേഷം മാത്രം ഒരു പീസ് പ്രോസസ്സ് എന്നുള്ളതാണ് നെതന്യാഹുവിനെ സംബന്ധിച്ച്. രണ്ട് കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് സമയം വേണം, കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുള്ള സമയം അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. രണ്ട്, ഈ പ്രശ്നം ഒത്തുതീർത്തു എന്നുള്ള ഒരു ക്രെഡിറ്റ് അത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നൽകുവാൻ അദ്ദേഹം തയ്യാറല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പീസ് പ്രോസസ്സ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമവും ഇറാന്റെ ഭാഗത്തുള്ള ശ്രമവും കാര്യമായി നടക്കുന്നുണ്ടെങ്കിലും ഇത് മുൻപോട്ട് എത്രത്തോളം മുൻപോട്ട് പോകുമെന്ന് പറയാൻ നിവൃത്തിയില്ല. ഇസ്രായേൽ അതിശക്തമായ ലെബനോണിന്റെ ക്യാപിറ്റൽ ബെയ്റൂട്ടിലും ലെബനോണിന്റെ സൗത്തേൺ ബോർഡറിലും ആർട്ടിലറി ഉപയോഗിച്ചാണ് സൗത്തേൺ ബോർഡറിൽ ചെയ്യുന്നത്. ലെബനീസ് ക്യാപിറ്റൽ എയർഫോഴ്സ് ഉപയോഗിച്ചാണ് അതിശക്തമായ ആക്രമണം നടത്തുന്നത്. അതിൽ അവർ യാതൊരു മയവും വരുത്തുന്നില്ല. നൂറുകണക്കിന് ആളുകൾ ദിവസവും വധിക്കപ്പെടും. ഗാസയിലും ഇതേ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഗാസയിൽ ഇപ്പോഴും റിപ്പോർട്ട് വരുന്നുണ്ട് 50 പേര് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. ഗാസയിലും അതിശക്തമായി അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹെസ്ബുള്ള അതിനിടയിലൂടെ മിനിഞ്ഞാന്ന് ഹെസ്ബുള്ളയുടെ മീഡിയ ചീഫ് ആയിട്ടുള്ള മുഹമ്മദ് അഫീഫിനെയും അദ്ദേഹത്തിന് 4 സഹചാരികളെയും ബെയ്റൂട്ടിൽ വെച്ച് മിസൈൽ കൊണ്ട് ആക്രമിച്ച് കൊന്നിട്ടുണ്ട് ഇസ്രായേൽ സേന. അത് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്താണ് നമ്മൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം അത്തരം റിപ്പോർട്ടുകൾക്കൊന്നും ഒരു റിലവൻസ് ഇല്ലാതായിപ്പോയി. കാരണം ഇസ്രായേൽ ഇക്കാര്യത്തിൽ വളരെ ഒരു സമ്പൂർണ്ണ മേൽക്കൈ ഇസ്രായേലിന് ലഭിച്ചു. ഇറാനിലെ കഴിഞ്ഞ മാസം 26 ഏർലി മോർണിംഗ് ഉണ്ടായ ആക്രമണത്തോടെ എല്ലാ ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളുടെയും ചിറകൊടി. കാരണം അവർക്ക് വെള്ളം ലഭിച്ചുകൊണ്ടിരുന്ന വേര് അത് നഷ്ടപ്പെട്ടു പോയി. കാരണം ഇറാൻ തീർന്നുപോയി. ഇറാനെ സംബന്ധിച്ച് പിന്നൊന്നുമില്ല. 3-4 ദിവസത്തേക്ക് കുറെ വർത്താനം ഉണ്ടായിരുന്നു, പിന്നെ വർത്താനം നിന്നുപോയി. ഇപ്പം എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിച്ചാൽ മതി എന്നാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന്. അപ്പം അവരുടെ കയ്യിൽ നിന്നുള്ള ആ ഒരു സപ്ലൈ അത് നിന്നുപോയതോടെ, സപ്പോർട്ട് നിന്നുപോയതോടെ എല്ലാ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലായി. പക്ഷേ ഈ ഹമാസ് പോലത്തെ ഓർഗനൈസേഷൻ്റെ പ്രധാന പ്രശ്നം ഇത് അവസാനിപ്പിക്കാനാണെങ്കിൽ പോലും അവർക്കൊരു ഹെഡ് ഇല്ല എന്നുള്ളതാണ്. ഖത്തർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അവരുടെ രാജ്യത്ത് ഹമാസിന്റെ നേതാക്കൾ ആരും ഇല്ല. അവർ ഹമാസ് നേതാക്കളെ പുറത്താക്കുന്നില്ല എന്നൊരു ഔദ്യോഗിക പ്രതികരണം നടത്തിയിരുന്നു. പക്ഷെ പുറത്തു പോകണമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അവരുടെ നേതാക്കന്മാരാരും ഹമാസിന്റെ ലീഡേഴ്സ് ആരും ഖത്തറിൽ ഇല്ല എന്ന് ഖത്തർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് അവർക്ക് അവിടെ എക്സിസ്റ്റൻസ് ഇല്ല. പിന്നെ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ലീഡേഴ്സ് ഒന്നുമില്ല. കുറേ വണക്കുട്ടികളുമായിട്ട് കുറേ ആൾക്കാർ ഇപ്പോഴും ഗാസ സ്ട്രിപ്പിലുണ്ട്. അവര് അതുകൊണ്ട് ഓടി നടക്കുന്നുണ്ട്. കുറേയൊക്കെ ഇസ്രായേലിന് നേരെ ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ അതിന് 10 ഇരട്ടി തിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്ഥലമാണ്. അതിന് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 365 സ്ക്വയർ കിലോമീറ്റർ ആണ്. കോഴിക്കോട് ജില്ലയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 2200 സ്ക്വയർ കിലോമീറ്റർ ആണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോഴിക്കോട് ജില്ലയുടെ 8-1 മാത്രം വരുന്ന ഒരു ഏരിയയാണ് ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ആ ഗാസ സ്ട്രിപ്പിലാണ് ഈ 20 ലക്ഷം മനുഷ്യർ തിങ്ങിപ്പാർത്തിരുന്നത്. അവിടെയാണ് ഹമാസ് ഈ ചൊള്ളുകൊടുത്ത് ചുളവാങ്ങുക എന്ന് പറയുന്ന പ്രോസസ്സ് ഇസ്രായേലിനെ പോയി ആക്രമിച്ച് അവരെ തീവ്രമായി മുറിപ്പെടുത്തി അവരെ കൊണ്ട് തിരിച്ചിങ്ങോട്ട് ആക്രമിപ്പിച്ചത്. ഇതിനകത്ത് ഈ നമ്മളൊരു ചെറിയ ചട്ടിക്കകത്ത് കിടക്കുന്ന മീനിനെ ഓടിക്കുന്നത് പോലെ
ഈ ഇസ്രായേൽ കൊണ്ട് ബോംബിടുമ്പം ഈ ചെറിയ സ്ഥലത്തിന് ചുറ്റും ഇവറ്റകൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. മുഴുവൻ ആളുകളും ഡിസ്പ്ലേസ്ഡ് ആണ്, സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ആരുമില്ല. ഈ ഒരു 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 ചട്ടിക്കകത്ത് മീൻ കിടന്ന് ഓടുന്നത് പോലെ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ഓടുകയാണ് ഈ മനുഷ്യരെ കൊണ്ട്. അപ്പൊ അതിനിടയിലൂടെ ഏകദേശം ഒരു 60,000-ഓളം ആളുകൾ മരിച്ചു പോയിട്ടുണ്ടാവണം. കാരണം 45,000-ത്തിനടുത്ത ആളുകളെയാണ് മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ 10,000-15,000-ത്തോളം ആളുകൾ മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ ബിൽഡിങ്ങുകളുടെ അടിയിലൊക്കെ ഒരുപക്ഷെ പെട്ടുപോയിട്ടുണ്ടാവും. അത്രയും ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഒരു 10,000-50,000-ത്തോളം ആളുകൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. രക്ഷപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ കടലിലൂടെ ലെബനോണിലേക്കും, ലെബനോണിൽ നിന്ന് പിന്നെ ഈവൻ സിറിയയിലേക്ക് കടലിലൂടെ കടക്കാം. അപ്പോൾ കടലിലൂടെ ലെബനോണിലേക്ക്, കടലിലൂടെ സിറിയയിലേക്ക്, അല്ലെങ്കിൽ ലെബനോണിലേക്ക്, ലെബനോണിൽ നിന്ന് സിറിയയിലേക്ക്, അങ്ങനെയുള്ള ഒരു എസ്കേപ്പ് ട്രാക്കിലൂടെ കുറേ ആളുകൾ ഈ 2 രാജ്യങ്ങളിലേക്കായിട്ട് പോയിട്ടുണ്ട്. എന്തെങ്കിലും നിവൃത്തിയുണ്ട്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഒന്നിനും നിവൃത്തിയില്ല. ഭക്ഷണം പോലും ഇല്ല. വസ്ത്രം വിറ്റ് പോലും ഭക്ഷണം വാങ്ങാൻ ശ്രമിക്കുന്ന അവസ്ഥയിലാണ് അവരുള്ളത്. അപ്പം ആ ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ കൊണ്ട് എത്തിച്ചത് ഈ ഭീകര ആക്രമണമാണ്. ഇതിൽ നെതന്യാഹുവിനെ ചീത്ത വിളിച്ചിട്ട് കാര്യം, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രാഥമികമായ കാര്യം. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ, അദ്ദേഹത്തിന്റെ വീട്ടിലെ സ്ത്രീകളെ, അദ്ദേഹത്തിന്റെ മനുഷ്യരെ, അവരെ സംരക്ഷിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രാഥമിക കർത്തവ്യത്തിൽ ഏതറ്റം വരെ പോകാൻ അദ്ദേഹം തയ്യാറാവും. അതാരാണെങ്കിലും തയ്യാറാവും. നമ്മളുടെ വീടിന് നേരെ ഒരു ആക്രമണം വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ വീട് എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അതിന് പുറത്തെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവരുടെ വിഷയമല്ല. അപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ ശത്രുവിന്റെ കുഞ്ഞിന്റെ സുരക്ഷയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനാവും. അതുകൊണ്ട് അവർ ആ വിഷയം ചിന്തിക്കുന്നതേയില്ല. അപ്പം അതുകൊണ്ട് ഗാസയെ സംബന്ധിച്ച് പുറമേ നിന്ന് നോക്കുന്നവർക്ക് എത്ര സങ്കടം തോന്നിയാലും ശരി, ഇസ്രായേലിനെ സംബന്ധിച്ച് വേറെ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇതുപോലെ ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ദെൻ സിറിയ, ഇതിലൊക്കെ ഏറ്റവും രസകരമായ കാര്യം സിറിയയുടെ കാര്യമാണ്. സിറിയയിൽ സർവത്ര ആക്രമണം. അവിടെ ആർക്കുവേണം കയറി ആക്രമിക്കാം, തിരിച്ചാരും ഒന്നും ചെയ്യില്ല. ഇസ്രായേൽ അവിടെ സിറിയയുടെ ഉള്ളിൽ ആർട്ടറി കടന്നിട്ടുണ്ട്. സിറിയൻ ബോർഡറിൽ നിന്ന് പതുക്കെ അഡ്വാൻസ് ചെയ്ത് പോകുന്നുണ്ട്. അവർ ഡമാസ്കസിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവർക്ക് തോന്നുന്നിടത്തൊക്കെ ബോംബ് വാരിയിടുന്നുണ്ട്. അവർക്ക് വേണ്ടവരെയൊക്കെ അവർ കൊല്ലുന്നുണ്ട്. കൂടാതെ ഈ ഇസ്ലാമിക് ജിഹാദിന്റെയും ഹിസ്ബുള്ളയുടെയും ഭീകരന്മാർ സിറിയയിലുള്ളവരും നിരന്തരമായി ആക്രമിക്കപ്പെടുന്നുണ്ട്, മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. US ബേസിനെ ആക്രമിച്ചതിന്റെ പേരിൽ ഹിസ്ബുള്ള ഭീകരന്മാരെ US അതിന്റെ ഈസ്റ്റേൺ സൈഡിൽ നല്ല അസറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബോംബ് ചെയ്ത് കൊല്ലുന്നുണ്ട്. ടർക്കി ഈ കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ട് അതിന്റെ നോർത്ത് ഈസ്റ്റ് സിറിയയിൽ കുർദ് ഭീകരരെ ആക്രമിക്കാനാണെന്ന് പറഞ്ഞ് കുറെ ബോംബ് വാരിക്കൊണ്ട് അതിന്റെ നോർത്ത് ഈസ്റ്റ് സിറിയയിൽ കൊണ്ടിടുകയുണ്ടായി. ഇനി സിറിയ തന്നെ അവിടെ ചില പരിപാടികൾ നടത്തുന്നുണ്ട്. സിറിയയുടെ ഇഡ്ലിബ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്, നോർത്ത് വെസ്റ്റ് ആണ് ആ ഏരിയ ഉള്ളത്. അവിടെ ISIS ഭീകരന്മാർ ആക്റ്റീവാണ്. ISIS ഭീകരന്മാർ ഈ സിറിയയുടെ ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കെതിരായിട്ട് റഷ്യയുടെ സഹായത്തോടെ സിറിയൻ ഫോഴ്സ് അവിടെയും ബോംബിടുന്നുണ്ട്. അത് വെസ്റ്റ് സിറിയയിലാണ്. അപ്പം വെസ്റ്റ് സിറിയയിൽ സിറിയയുടെ സേന തന്നെ ബോംബിട്ട് ISIS ഭീകരന്മാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇസ്രായേല് ഇവിടെ ഈ വെസ്റ്റേൺ സൈഡിലും കൂടാതെ ഡമാസ്കസിലും അവർക്ക് ഇഷ്ടം പോലെ അവർ ബോംബ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റേൺ സൈഡിൽ അമേരിക്ക ബോംബ് ചെയ്യുന്നുണ്ട്. നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ ടർക്കിയും ബോംബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിറിയയിൽ സ്ഥിരമായിട്ട് സർവത്ര ആളുകൾ ഓടി വന്നത് ബോംബ് പെറുക്കിയിട്ടാണ്. അവിടുത്തെ പ്രസിഡന്റിനെ കാണാനില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ദർ ഈസ് നോ റെസ്പോൺസ്. ബഷാർ അൽ അസാദ് എന്നാണ് പ്രസിഡന്റിന്റെ പേര്. അസാദ് ഇക്കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. ആളുകൾ ഇഷ്ടം പോലെ വന്ന് ബോംബിട്ട് പോകുന്നുണ്ട്. സിറിയയുടെ പ്രസിഡന്റ് അൽ അസാദിന് ഒന്നും പറയാനില്ല. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ഒരു കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ അൽ അസാദ് ഇത് ആസ്വദിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അൽ അസാദിന്റെ ഗവൺമെന്റിനെ മറിച്ചിടാൻ വേണ്ടി ഹമാസ് സുന്നി ഭീകരന്മാരുടെ കൂടി യുദ്ധം ചെയ്തതാണ്. അതുകൊണ്ട് ഹമാസ് ചാവുമ്പം നമ്മുടെ ആസാദ് മുഖം പൊത്തിച്ചിരിക്കുകയാണ്, അവനിട്ട് കിട്ടട്ടെ, അതങ്ങനെ തീർന്നു പോട്ടെ. ഇനി ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇയാളെ സംബന്ധിച്ച് ഭയങ്കര ശല്യമാണ്. ഹിസ്ബുള്ളയുടെ കാൽക്കീഴിലാണ് ഇയാൾ ജീവിക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഹിസ്ബുള്ള ഒന്ന് ചത്ത് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് അദ്ദേഹം. ഇറാനോട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്നേഹമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നിവൃത്തി കേടുകൊണ്ട് ഇറാനെ ഭയന്നിട്ട് ഇയാൾ മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ ഇറാനെ ഒന്ന് ഒതുക്കി ഈ ഹിസ്ബുള്ളയുടെ തലയൊന്ന് വെട്ടിക്കിട്ടിയാൽ നല്ലതാണ് എന്ന് ഇയാൾ വിചാരിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ഹസൻ നാസറുള്ള വധിക്കപ്പെട്ടതിന് ശേഷം 2 ദിവസത്തേക്ക് ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഒരു കണ്ടോളൻസ് മെസ്സേജ് പോലും ഇദ്ദേഹത്തിന് ഉണ്ടായില്ല. 2ാമത്തെ ദിവസമുള്ള ഇദ്ദേഹത്തിന്റെ മെസ്സേജ് കണ്ടാൽ ചത്തത് നന്നായി എന്ന മട്ടിലുള്ള ഒരു മെസ്സേജാണ് കാണപ്പെട്ടതെന്നാണ് ഇന്റർനാഷണൽ അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ ശരിക്കും ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള ചില ആളുകൾ ഇത് കണ്ട് ആസ്വദിച്ചിരിക്കുന്നുണ്ട്. അതിലൊരാൾ ഈ ആസാദാണ്, വേറൊന്ന് ലെബനീസ് പ്രസിഡന്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. ലെബനനകത്തും ഈ ഇസ്രായേലിന്റെ പ്രവൃത്തികൾ ലെബനീസ് പ്രസിഡന്റ് ആസ്വദിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവരുടെയൊക്കെ ഗവൺമെന്റുകളെ ഏറ്റവും അധികം ശല്യപ്പെടുത്തുന്നത് ഈ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ഈ വേട്ടപ്പട്ടിയാണ്. ഈ വേട്ടപ്പട്ടിയുടെ നിയന്ത്രണത്തിലാണ് ഈ ഗവൺമെന്റുകളൊക്കെ നിവൃത്തികേടുകൊണ്ട്.
അമേരിക്കയും ഇസ്രായേലും കൂടി ഇവറ്റകളെ ഒന്ന് കൊന്നു തന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് ലബനീസ് ഗവൺമെന്റും ഈ സിറിയൻ ഗവൺമെന്റും വിചാരിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ അനാലിസിസുകളൊക്കെ പറയുന്നത്. കാരണം ഇറാൻ സൈലന്റ് ആയതുകൊണ്ട് ഇറാനെ പേടിക്കണ്ട. ഇപ്പൊ ഇവർക്കൊക്കെ അറിയാം, ഈ ലെബനോൺ ആണെങ്കിലും അറിയാം, സിറിയയ്ക്കാണെങ്കിലും അറിയാം, ഇപ്പം ഇറാനെ കൊണ്ട് അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യം അവരെ കൊണ്ട് ഇറാനാണ് എന്നുള്ളത് അവർക്കറിയാം. കാരണം ഇറാനെ സംബന്ധിച്ച് അവർ വല്ലാണ്ട് തകർന്നുപോയി. അപ്പൊ അതിൽ ഇനിയിപ്പോ ഇറാനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇറാന്റെ സ്ഥിതി എന്താ? ഖമനയെ കാണാനില്ല. ഇന്നും അദ്ദേഹത്തിന്റെ ഒരു പടം എക്സിൽ വന്നിട്ടുണ്ട്. ഈ പറയുന്ന ഈ ലെബനനിലുള്ള അദ്ദേഹത്തിന്റെ എൻവോയുമായിട്ടുള്ള ഒരു ഫോട്ടോയും എടുത്ത് ഇന്നലെ ഏകദേശം ഉച്ചയോടെ, ചൊവ്വാഴ്ച ഏകദേശം ഉച്ചയോടെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഖമനയുടെ ഒരു ചൂടുള്ള പടം വന്നിട്ടുണ്ട്. പക്ഷെ ഖമനയെ കാണാനില്ല. ഇദ്ദേഹത്തിന്റെ പടം ഈ ഇസ്രായേൽ 26-ന് കഴിഞ്ഞ മാസം 26 ആക്രമണത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ പടം പലയിടത്തും വന്നിട്ടുണ്ട്. പക്ഷെ ജീവനോടുള്ള ഖമനയെ ഇനി ആരും കണ്ടിട്ടില്ല. ഈവൻ വീഡിയോസ് പോലും വന്നിട്ടുണ്ട്. ഇദ്ദേഹം ആളുകളെ കാണുന്ന വീഡിയോ, ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. പക്ഷെ അത് എന്ന് എടുത്തതാണെന്നുള്ളതിന് യാതൊരു പ്രൂഫുമില്ല. അപ്പൊ ഇദ്ദേഹം ശരിക്കും പടമായോ അല്ല ഇദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. കോമയിലാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് എവിടെയാണ് കോമ ഇട്ടിട്ടുള്ളതെന്ന് അറിയത്തില്ല. ഇദ്ദേഹത്തിന് കോമയിട്ട് കിടത്തിയിരിക്കുകയാണോ അതോ പടമായോ? ഇദ്ദേഹത്തിന് ശരിക്കുള്ള കാര്യമൊന്നും അറിയാൻ പാടില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ മോജ്തബ ഖമനേയി എന്ന് പറയുന്ന ആളെ അടുത്ത ഖമനേയിയായി നിശ്ചയിച്ചു എന്നുള്ള വാർത്തകൾ ധാരാളമായി പുറത്തു വരുന്നുണ്ട്. ഇറാൻ ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തെ ഖമനേയിയാക്കി എന്നുള്ള ഒരു വാർത്ത ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനാണ്. ഇത് നേരത്തെ തന്നെ ഇലക്ട് ചെയ്ത് വെച്ചതായി ചില ആളുകൾ പറയുന്നുണ്ട്. അല്ല, ഇപ്പോൾ നടക്കുന്ന വലിയൊരു പവർ സ്ട്രഗിളിന്റെ ഭാഗമായി ഇദ്ദേഹം മേൽക്കൈ നേടി എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും സത്യാവസ്ഥ അറിയത്തില്ല. ഏകദേശം 2 ആഴ്ചയായിട്ട് ഈ മോജ്തബ ഖമനേയിയുടെ പേരിങ്ങനെ വരുന്നുണ്ട്. ആളുകൾക്ക് സംശയമൊന്നും വേണ്ട, ഇദ്ദേഹവും ഒന്നാം തരം ക്ലറിക്കാണ്. ഇദ്ദേഹം പള്ളിക്കൂടത്തിലൊന്നും പോയിട്ടുള്ള ആളല്ല. നമ്മുടെ ഖമനേയി അച്ചായനെ പോലെ തന്നെ മോനും സ്കൂളിൽ പോകാത്ത ടീമാണ്. അദ്ദേഹത്തിന് മതവിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം വന്നതുകൊണ്ട് ആ നാട്ടിലെ പെൺകുട്ടികളുടെ തലയാരും തല്ലിപ്പൊളിക്കരുന്ന് വിചാരിക്കേണ്ട. അപ്പൊ അച്ഛൻ തല്ലിപ്പൊളിക്കുന്നതിന് പകരം മോൻ വന്നിട്ട് തല്ലിപ്പൊളിച്ചോളും എന്നാണ് നമുക്ക് വിചാരിക്കേണ്ടത്. പക്ഷേ ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാന് കാര്യമായിട്ടൊരു മേൽക്കൈ ശ്രദ്ധിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ഒരു 2 ആഴ്ചയായിട്ട് തെമ്മാടി പ്രസ്താവനകൾ പുറത്തു വരുന്നില്ല. നമ്മൾ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കൽ, ഇസ്രായേലിനെ പൊടിച്ചു കളയും, ഞങ്ങൾ പകരം ചെയ്യും, ഞങ്ങളിൽ മുന്തിയ സാധനങ്ങളുണ്ട്, ഇമാതിരി ഡയലോഗ് ഉണ്ടല്ലോ. അവരുടെ ഒന്നുമില്ല. വാസ്തവത്തിൽ നമ്മുടെ പഴയ ഒരു സിനിമയിൽ കാണുന്ന ഒരു കീലേരിയച്ചു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളുടെ മാതിരിയാണ് ഇവരെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവരുടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇസ്രായേൽ പോയിട്ട് പൊട്ടിച്ചു എന്ന് പറയുന്നതും ഒരു യുദ്ധത്തിന് പറ്റിയ സാധനങ്ങളൊന്നും അല്ല. ഏതോ കാലത്ത് ബോംബുണ്ടാക്കാൻ സാധിക്കുമായിരുന്ന ഒരു ലബോറട്ടറി, 2 സെറ്റ് ആന്റി മിസൈൽ സിസ്റ്റം, 3 സെറ്റ് ആന്റി മിസൈൽ സിസ്റ്റം, കുറച്ച് മിസൈൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊന്നും വെച്ചിട്ട് ഇസ്രായേൽ പോലത്തെ രാജ്യത്തോട് യുദ്ധം ചെയ്യാനൊന്നാവില്ല. അവർക്ക് കുറച്ച് ഡാമേജ് വരുത്താൻ പറ്റുമായിരിക്കും. പക്ഷെ അവർ കാര്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവരുടെ രാജ്യം പൊട്ടി തകർന്നു പോകാനുള്ള അതിന് മാത്രമുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനം മാത്രമേ രാജ്യത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയുള്ള അടിയിൽ വന്ന് കമന്റ് അടിക്കുകയും മലയാളം പോലും മര്യാദയ്ക്ക് അറിയുകയില്ലെങ്കിലും തെറി വിളിക്കുന്ന കാര്യത്തിൽ ഒരു ഭയവും കാണിക്കാൻ ചെയ്യാത്ത യോഗ്യന്മാരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇറാൻ എന്ന് പറയുന്നത് വെറും ഒരു വണ്ടിമറിയും തവളയാണ്. ഇറാനെ സംബന്ധിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർ വെറുതെ ഇങ്ങനെ ഡയലോഗ്, അവർക്കാകെ ഉണ്ടായിരുന്നത് ഈ ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇങ്ങനത്തെ കുറെ വേട്ടപ്പട്ടികളാണ്. അവരുടെ ഉള്ളതെല്ലാം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരതുകൊണ്ട് നാട് നിലനിന്ന് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ സമാധാനം കെടുത്തുക എന്നതാണ്. അപ്പൊ ഇറാനെ സംബന്ധിച്ച് അതാണ്. അപ്പൊ ഒന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാന് നല്ലൊരു മേൽക്കൈ അവിടെ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഖമനയുടെ വോയിസ് തീർന്നതോടെ ഈ പെഷസ്കിയാൻ ഒരു ശബ്ദം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശബ്ദം വിദ്യാഭ്യാസമുള്ള ആളാണ്. അപ്പൊ അവർക്ക് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇറാനെ ഇതിനകത്ത് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവരൊരു പുരോഗതിയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. നെതന്യാഹു മിനിഞ്ഞാന്ന് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ചിട്ടുണ്ട്. അവരുടെ റഷ്യ കൊടുത്തിട്ടുള്ള S-300 മിസൈലുകളൊക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെന്നൊക്കെ നെതന്യാഹു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. ഇതൊക്കെ നേരത്തെ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നിരുന്നില്ല. ഇപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നു, അവർ തകർത്തു. നേരത്തെ ഒരു നിലയ്ക്കാണെങ്കിൽ ഇറാനിൽ നിന്ന് ഇപ്പോൾ ഒരു 100,000 തരം ശബ്ദങ്ങൾ പുറത്തു വന്നില്ല. ഞങ്ങളിൽ അതൊന്നുമല്ല, വേറെ മുന്തിയ സാധനങ്ങളുണ്ട്, ഇപ്പം ഞങ്ങൾ തല്ലിപ്പൊട്ടിക്കും, നാളെ കൊണ്ട് നിങ്ങളുടെ തലയിലിടും, ഇമാതിരിയുള്ള കുറേ വലിയ ഡയലോഗുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷെ ഇതുവരെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പം ഈ പെഷസ്കിയാന് ഇപ്പം ഒരു കാര്യമായ മേൽക്കൈ അവിടെ ഉള്ളതുകൊണ്ടായിരിക്കണം ഇത്തരം പ്രസ്താവനകൾ വരാത്തത് എന്ന് വേണം വിചാരിക്കാൻ. എന്ത് പറഞ്ഞാലും ശരി, 101 ഹോസ്റ്റേജിന്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 101 ആളുകൾ ഇനിയും ഹോസ്റ്റേജസ് ബാക്കിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിനെ തിരിച്ചു കൊടുക്കാൻ പറ്റിയൊരു അവസ്ഥയിലാണോ ഹമാസ് എന്നുള്ളതാണ്. ഈ ഹോസ്റ്റേജസ് ഒക്കെ അവരുടെ തന്നെ ഉണ്ടോ? അവരുടെ കയ്യിൽ നിന്ന് പോയോ? ഹിസ്ബുള്ള അവർക്ക് മറയാക്കാൻ വേണ്ടി ഇതിനെ പിടിച്ചോണ്ട് പോയോ? അല്ല ഇറാൻ അവർക്ക് മറയാക്കാൻ വേണ്ടി അവർ പിടിച്ചോണ്ട് പോയോ?
ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. അപ്പം നെതന്യാഹുവും വലിയ പ്രയാസത്തിലാണ്. ഈ ഹോസ്റ്റേജസിനെ തിരിച്ചു കൊടുക്കാതെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. ഈ യുദ്ധം തീർന്നാലൊന്നും നെതന്യാഹുവിന് സീറ്റിലിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഹോസ്റ്റേജസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അപ്പൊ ഹോസ്റ്റേജസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നവരെ യുദ്ധം നിർത്താൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പെട്ടി കിടക്കുന്ന കെണി. ഏത് സമാധാന ചർച്ച ഉണ്ടായാലും ഈ ഹോസ്റ്റേജസിനെ തിരിച്ചു കിട്ടിയേ പറ്റും. ഇല്ലെങ്കിൽ നെതന്യാഹുവിന് അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ യുദ്ധത്തിന്റെ പേര് പറഞ്ഞാൽ അദ്ദേഹം നിൽക്കാം. യുദ്ധം ഇല്ലെങ്കിൽ ഈ ഹോസ്റ്റേജസ് എവിടെ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സമാധാനത്തെക്കാൾ മെച്ചം യുദ്ധമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന് ഇരിക്കണമെങ്കിൽ ഈ ഹോസ്റ്റേജസിന്റെ പ്രശ്നം പരിഹരിക്കുക അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഈ ഹോസ്റ്റേജസ് എവിടെ പോയി എന്നുള്ളത് ഹമാസിന് പോലും അറിയുമെന്ന് അറിയില്ല. ആരുടെ കയ്യിലാണ് ഇവരുള്ളത്, ഇവരെവിടെയാണ് അവരെ സൂക്ഷിക്കുക. എന്തായാലും ഒന്നിച്ചാരെയും സൂക്ഷിക്കാൻ സാധ്യതയില്ല. ഇത് സെപ്പറേറ്റ് സ്ഥലങ്ങളിലാണ് സൂക്ഷിച്ചിട്ടുള്ളൂ. അപ്പോൾ സൂക്ഷിക്കാൻ വെച്ചവരൊക്കെ ചത്തുപോയിട്ടുണ്ടാവും. ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കൈമാറി പോയിട്ടുണ്ടാവും. ഒരു ഭീകര സംഘടനയിൽ നിന്ന് വേറെ ഭീകര സംഘടനകളിൽ എത്തിയിട്ടുണ്ടാവും. രാജ്യങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് എവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇസ്രായേലിനോട് വിരോധമുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. വിരോധമുള്ള ആളുകൾ അവരുടെ ഒരു ബന്ധുവിനെ അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഒന്നും അറിയാത്ത മനുഷ്യരെ പിടിച്ചുകൊണ്ട്, ഇവരാരും പട്ടാളക്കാരൊന്നുമില്ല, ഇവരാ വഴിയെ നടന്ന മനുഷ്യരാണ്. അത് കുഞ്ഞുങ്ങളാണ്, സ്ത്രീകളാണ്. അവരെ പിടിച്ചുകൊണ്ട് പോയി ഈ ഇസ്രായേലിനോടുള്ള ദേഷ്യം മുഴുവൻ അവരുടെ ശരീരത്തിൽ തീർക്കുകയാണ്. ഇസ്രായേലിനോടുള്ള ദേഷ്യം ഒരു മനുഷ്യ ശരീരത്തിൽ തീർത്താൽ തീരുന്നതല്ല നമുക്കറിയാം. അത് അവർക്ക് പറ്റുന്നത് പോലെ അവർ ആ മനുഷ്യ ശരീരങ്ങളുടെ മുകളിൽ അവരുടെ വൈരാഗ്യം മുഴുവൻ തീർക്കുകയാണ്. ഏറ്റവും നീചമായ അത്തരം നമുക്കിതിന് വാക്കുകൾ കിട്ടില്ല. ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് ആ ഒരു ലെവലിലേക്ക് പോയിട്ടുള്ള വാക്കുകൾ കിട്ടില്ല. അത്രയും നീചമായ പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. അതിന്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നത്. അപ്പൊ ഇത് നെതന്യാഹു ആഗ്രഹിക്കുന്നത് ഈസ് എ കംപ്ലീറ്റ് സറണ്ടർ ഓഫ് എല്ലാ തരത്തിലുള്ള ടെററിസ്റ്റുകളെ ഒരു കംപ്ലീറ്റ് സറണ്ടറാണ് അദ്ദേഹം നിശ്ചയമായും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. കാരണം ഈ പറഞ്ഞ ആളുകളൊക്കെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുള്ളത് മരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ മരിക്കുന്നവരെ യുദ്ധം ചെയ്തു. കാരണം മരണമാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം. കാരണം സ്വർഗത്തിലാണ് അവരുടെ മറ്റേ മുന്തിയ സംഗതികളുണ്ടല്ലോ, അതിരിക്കുന്ന സ്വർഗത്തിലാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു യുദ്ധത്തിന്റെ ഭാഗമായി മരിച്ചാൽ മാത്രമേ പാപരഹിതനായി നേരിട്ട് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇത്തരം ടെററിസ്റ്റുകളായിട്ടുള്ള പോരാളികൾ. ഒരു തലയ്ക്ക് അതൊരു ഭ്രാന്തം കൊണ്ട് നടക്കുന്നവരാണ്. അവരാരോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയവരല്ല. അവരിറങ്ങിയിരിക്കുന്നത് ഒരു മതയുദ്ധത്തിന്റെ ഭാഗമായി മരിച്ച് ഒരു പുണ്യാത്മാവ്, അവരുടെ ഡെഫിനിഷനുള്ള പുണ്യാത്മാവായി നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ച് സ്വർഗത്തിൽ അവരെ കാത്തിരിക്കുന്ന വലിയ സുഖം അത് അനുഭവിക്കണം എന്നുള്ള ഭ്രാന്തൻ സ്വപ്നത്തിലാണ്. ഒരുപക്ഷെ അവര് ഒരു നൈറ്റ് വാക്കർ, ഒരു സ്ലീപ്പ് വാക്കറെ പോലെ, ഉറക്കത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെ പോലെയാണ് അവരുടെ അവസ്ഥ എന്ന് വേണം വിചാരിക്കാൻ. അത്തരം ആളുകൾ ഏത് നെതന്യാഹു വിചാരിച്ചാലും അവരെ പൂർണ്ണമായിട്ടും തീർക്കാനാവില്ല. എന്തായാലും ഭീകരരുടെ ശബ്ദം ഏകദേശം അടഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഒന്നും ചെയ്യാനില്ല. അവർക്ക് നെതന്യാഹുവിനെ ഒന്നും ചൊറിയുക, അദ്ദേഹത്തിന് നിന്ന് വലിയൊരു ഇടി വാങ്ങിക്കുക, വീണ്ടും ചൊറിയുക, വീണ്ടും വലിയൊരു ഇടി വാങ്ങിക്കുക. ഇത് മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ ഒരു ഡെലമേലാണ്, എല്ലാവരും ഡെലമേലാണ്. യുദ്ധം നിർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് നെതന്യാഹു. മറ്റവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും നിർത്തി കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് അവര്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കൻ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും അവരുടെ ഗ്ലാമറിലൊന്ന് തീർത്തെടുക്കാൻ പറ്റുമെന്നാണ് അവർ നോക്കുന്നത്. കൂടാതെ അതിനിടയിലൂടെ അവർ യുക്രൈനെ പ്രകോപിപ്പിച്ച് റഷ്യയുമായുള്ള യുദ്ധം വളർത്താനും ആ പ്രശ്നം തീരാത്ത നിലയിലേക്ക് എത്തിച്ചു വെക്കാനും ഒരു ശ്രമം ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ട്രംപ് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിച്ച് മിടുക്കനാവാൻ ശ്രമിക്കേണ്ട എന്നൊരു ഒരു സൂചന ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് ഇന്നത്തെ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈലുകൾ യുക്രൈൻ കൊടുക്കാൻ പോവുകയാണ്. ഇതുവരെ ആയുധങ്ങൾ നൽകാൻ മടിയായിരുന്നു. ഇനി ആയുധങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ കൊടുത്ത് യുക്രൈനെ കൊണ്ട് കുറച്ചുകൂടി വലിയൊരു യുദ്ധം ചെയ്യിപ്പിച്ച് ഈ പ്രശ്നം സോൾവബിൾ അല്ലാത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യം നിർത്തുകയാണ്. നന്ദി.